ഹായ് മക്കളെ, അനുമോദ് സാറാണ്. അപ്പോൾ നമ്മുടെ 20 days 100 question ചാലഞ്ചിന്റെ 13ാമത്തെ ദിവസം. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം 65 ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ വരെ ഏകദേശം 60 ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് എത്തി. ഓക്കെ, നമ്മൾ ഈ 100 ക്വസ്റ്റ്യൻസിലേക്ക് എത്തുമ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ എക്സാമിനേക്കുള്ള ടൈമും എന്താവുന്നുണ്ട്, കുറഞ്ഞു വരുന്നുണ്ട്. നമ്മൾ 100 ക്വസ്റ്റ്യനിലേക്ക് എത്തുമ്പോൾ നിങ്ങളെ എക്സാമിനേക്കുള്ള ടൈമും എന്ത് ചെയ്യുന്നുണ്ടാ, കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ മക്കളെ, ആ എക്സാമിനെ പറ്റിയുള്ള പേടികളൊന്നും നമുക്കിനി വേണ്ട. കാരണം എന്താണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ആരുണ്ടടാ, നമുക്ക് MS സൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ മറ്റൊരു സൊല്യൂഷൻ വേണ്ട. ഓക്കെ മക്കളെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മക്കൾ കാര്യം ഇതാണ്, നമ്മുടെ ആപ്ലിക്കേഷൻ RMS ബാച്ച്, നമ്മുടെ ന്യൂ RMS ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ ബാച്ചിലേക്ക് എന്ത് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക. അഡ്മിഷന്റെ വിശദാംശങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ 2 നമ്പറിലേക്ക് കൃത്യമായിട്ട് വിളിച്ചന്വേഷിച്ചാൽ എന്ത് ചെയ്യും, കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷന്റെ ഇത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ്, ഇതുപോലെ തന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ് എവിടെ കിട്ടും, നമ്മുടെ RMS ബാച്ചിൽ കിട്ടും. അപ്പോൾ എത്രയും പെട്ടെന്ന് RMS ബാച്ചിലേക്ക് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ മക്കളെ സ്റ്റാർട്ട് ചെയ്താലോ? നമ്മുടെ ഇന്നത്തെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ABC എന്ന ത്രികോണത്തിന്റെ പരപ്പളവ് എന്ത് എന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, പരപ്പളവ് കാണണമെങ്കിൽ, ഏരിയ കാണണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഏതൊരു ട്രയാങ്കിളിന്റെയും ബേസും ആൾട്ടിറ്റ്യൂഡും കാണണം. അതായത് ഹൈറ്റും ബേസും കണ്ടുപിടിക്കണം. അതായത് പാദവശവും അതേപോലെ തന്നെ ഉയരവും കിട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടടാ, അതിന്റെ പരപ്പളവ് കിട്ടും. ഇവിടെ പാദവശം എന്ന് പറയുന്ന സാധനവും തന്നിട്ടില്ല, അതേപോലെ തന്നെ ഉയരവും എന്ത് തന്നിട്ടില്ല, എച്ചും തന്നിട്ടില്ല, ബേസും തന്നിട്ടില്ല. ഇതെങ്ങനെയാ കണ്ടുപിടിക്കാം? ഇങ്ങനെ സാധനം കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഈ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എത്രയാണ്? 20 സെന്റിമീറ്റർ. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എന്താണ്? 20 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എന്തായിരിക്കും? നമ്മളെ സംബന്ധിച്ചിടത്തോളം 30, 60, 90 എന്ന് പറയുമ്പോൾ 1:√3:2 എന്ന് പറയുന്ന റേഷ്യോ ആണ്. 1:√3:2 ഇവിടെ 90ക്ക് ഓപ്പോസിറ്റ് 20 ആണെങ്കിൽ 1 ഓപ്പോസിറ്റ് 10 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് H = 10 എന്ന് കിട്ടി. H 10 ആണ് എന്ന് കിട്ടി. H എന്ത് കിട്ടി? 10 കിട്ടി. ഇനി ബേസ് കണ്ടുപിടിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, 60ന് ഓപ്പോസിറ്റ് എന്തായിരിക്കും? 60ന് ഓപ്പോസിറ്റ് 10√3 ആയിരിക്കും. അപ്പോൾ ഇവിടെ താഴെ വരുന്ന അളവ് 10√3 ആണ്. അങ്ങനെ തന്നെ ഇപ്പുറം വരുന്ന അളവ് എന്ത് തന്നെയായിരിക്കും? 10√3 ആയിരിക്കും. കാരണം എന്താ, അവിടെയും 10√3 വരാനുള്ള കാരണം, അവിടെയും 10√3 വരാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എന്താണ്, ABC എന്ന് പറയുന്നത് എന്താണ്, ഒരു ഐസോസിലസ് ആണ്. ഐസോസിലസ് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ബേസ് വരിക 2 × 10√3 ദാറ്റ് ഈസ് ഈക്വൽ ടു 20√3. അങ്ങനെയാണെങ്കിൽ ഏരിയ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ ½ × ബേസ് എത്രയാ? 20√3 × H എത്രയാ? 10. അപ്പോൾ ഇതും കട്ട് ചെയ്താൽ 10 × 10 100. ആൻസർ വരിക 100√3 സെന്റിമീറ്റർ സ്ക്വയർ. ആൻസർ എന്താണ്? 100√3 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. സിമ്പിൾ അല്ലടാ, സിമ്പിൾ കണക്കല്ലേ? അതായത് ഇവിടെ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഏത് ട്രയാങ്കിളിൻ്റെയും എന്ത് ചോദിച്ചാൽ പരപ്പളവ്, ഏരിയ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ½ PH ആണ് ചെയ്യേണ്ടത്. ആ ½ PHന്റെ അകത്ത് ബേസും ഹൈറ്റും എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് മാത്രം എന്ത് ചെയ്താൽ മതി, കണ്ടുപിടിച്ചാൽ ഇതിൻ്റെ എന്ത് കിട്ടും? ആൻസർ കിട്ടും. അപ്പോൾ ഇക്കാര്യം ഓർത്ത് വെക്കുക. 30, 60, 90 ആണെങ്കിൽ 1:√3:2. 45, 90 ആണെങ്കിൽ 1:1:√2. ഇങ്ങനെ വരും. അടുത്തത്, the coordinates of 2 vertices of a rectangle with sides parallel to the axis is 3, 1 and -4, 5. Draw the rectangle and mark the coordinates of the rectangle. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? നമ്മളൊരു റെക്റ്റാങ്കിൾ വരയ്ക്കാം. ആദ്യം എന്ത് ചെയ്യുക? ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാം. ഇങ്ങനെ റെക്റ്റാങ്കിൾ വരച്ചിട്ട്, അതായത് അക്ഷങ്ങൾക്ക് സമാന്തരമായി വരച്ച ഒരു ചതുരത്തിന്റെ 2 മൂലകളുടെ സൂചക സംഖ്യകൾ തന്നിട്ടുണ്ട്. ചതുരം വരച്ച് 4 മൂലകളുടെയും സൂചക സംഖ്യകൾ കണ്ടെത്തണം. അപ്പോൾ ഈ 2 എണ്ണം എവിടെയാണ് നമുക്കറിയോ? എടാ, ഈ തന്നിരിക്കുന്ന 2 സൂചക സംഖ്യകൾ, 2 കോർഡിനേറ്റ്സ് എവിടെയാണ് എന്ന് നമുക്കറിയോ?
ഇല്ലാലോ. അപ്പോൾ എവിടെയാണ് എന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇതെങ്ങനെ ഇവിടെ കൊടുക്കും? അതിനൊരു ഐഡിയ ഉണ്ട്, നോക്കിക്കോ. ഐഡിയ പറഞ്ഞുതരാം. സിമ്പിളാണ്. നമുക്ക് തന്ന പോയിന്റുകളൊന്നും താഴെ ചെയ്ത് 3 1 -4 5 താഴെ എഴുതിയിട്ട് നിങ്ങൾ ഇതിൻ്റെ എക്സ് മാത്രം നോക്കുക. രണ്ടിലും എക്സ് ഏതാ നോക്കുക. എക്സ് ഏതാ? ഒന്നാമത്തെ എക്സ് 3ഉം രണ്ടാമത്തെ എക്സ് -4 ആണ്. 3ഉം -4 ആണ്. 3ഉം -4 ആണ് ഒന്നാമത്തേലും രണ്ടാമത്തേലും എന്ത് വരുന്നത്? എക്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ 3 -4 3 -4 ഏതാണ് വലുത് നോക്കുക. എക്സിൻ്റെ കേസിൽ ആരാണ് വലുത് ഇവിടെ? എടാ എക്സിൻ്റെ കേസിൽ ഇവിടെ വലുത് 3 ആണോ -4 ആണോ? എക്സിൻ്റെ കേസിൽ 3 ആണോ -4? 3 അല്ലേ? വലിയ എക്സിന് എപ്പോഴും വലത് ഭാഗത്തിട്ട് കൊടുക്കുക. എക്സിന് വലത് ഭാഗത്തിട്ട് കൊടുക്കുക, ചെറിയ എക്സിന് ഇടത് ഭാഗത്തിട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന എൻ്റെ വലത് ഭാഗത്ത് -3 ഇട്ട് കൊടുത്ത്, ഇടത് ഭാഗത്ത് ഇട്ട് കൊടുത്ത് -4 ഇട്ട് കൊടുത്തു. അപ്പോൾ എക്സ് ആയി. ഇനി എന്ത് കൊടുക്കണം? വൈ കൊടുക്കണം. വൈ കൊടുക്കാൻ 1 5 അല്ലേ? 1 5 അല്ലേ? 1 5 ആരാ വലുത്? 5 അല്ലേ വലുത്? അപ്പോൾ വലിയ 5 എപ്പോഴും എവിടാ? മുകളിൽ. വൈൻ്റെ കേസിൽ മുകളിൽ വലുത്, താഴെ ചെറുത്. അപ്പോൾ 4 കോർഡിനേറ്റ്സ് വൈ ആൻസർ ആയി. ഓക്കെ, ഇങ്ങനെ ആലോചിച്ച് നോക്കുക. തന്നിരിക്കുന്ന 2 പോയിന്റ് നിങ്ങൾക്ക് എവിടെയാണ് തന്നിട്ടില്ലെങ്കിൽ തന്നിരിക്കുന്ന 2 പോയിന്റിൽ ആദ്യം എക്സ് എടുക്കുക. എക്സ് എടുത്തിട്ട് എക്സിലെ വലുതിനെ വലത് ഭാഗത്തിട്ട് കൊടുക്കുക, ചെറുതിനെ ഇടത് ഭാഗത്തിട്ട് കൊടുക്കുക. ഇനി വൈ എടുക്കുക. രണ്ടിലും വൈ എടുക്കുക. വൈ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? വലിയ വരി മുകളിൽ, ചെറുത് താഴെ. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ആൻസർ ആയി. ഓക്കെ ആണല്ലോ? പ്രശ്നമില്ലല്ലോ. 3 മാർക്കിന്റെ ചോദ്യമാണ് കേട്ടോ. ഓക്കെ, അടുത്തത് the perpendicular sides of a right angled triangle is AB and hypotenuse is C. Prove that the in radius of the triangle is half A plus B minus C. ഒരു മട്ടത്രികോണത്തിന്റെ ലംബവശങ്ങൾ എ ബി ആണ്, കാരണം സി ആണ്. ത്രികോണത്തിന്റെ അന്തർവൃത്ത ആരം ഹാഫ് എ പ്ലസ് ബി മൈനസ് സി ആണെന്ന് തെളിയിക്കുക. ഇങ്ങനെയാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? നമ്മൾ ആദ്യം ആ ത്രികോണം ഒന്ന് വരച്ചു നോക്കുക. ഇതാണ് നമ്മുടെ മട്ടത്രികോണം. മട്ടത്രികോണത്തിൻ്റെ ഉള്ളിൽ ആര്? ഒരു സെമി സർക്കിൾ. ഇങ്ങനെ സർക്കിൾ വരച്ച് കഴിഞ്ഞിട്ടാ ശ്രദ്ധിക്കണം. അയ്യോ, ഇത് എ ആണ്, ഇത് ബി ആണ്, ഇത് സി എന്ന് തന്നിക്ക്. അപ്പോൾ എൻ്റെ ചോദ്യം, നമ്മളിങ്ങനെ ഇവിടെ ഇങ്ങനെ ഡോട്ടഡ് ലൈൻ, ഇത് 6 ആയിരിക്കും, ഇതും 6 ആയിരിക്കും. സർക്കിളിൻ്റെ റേഡിയസ്. അപ്പോൾ ഇവിടെ 6 വരിക, ഇവിടെ 6 വരിക. ഓക്കെ, അപ്പോൾ ഇതും 6, ഇതും 6, ഇതും 6, ഇതും 6. അപ്പോൾ ഇവിടെ ബാക്കി വരുന്ന ഭാഗം എന്ന് പറയുന്നത് ഇത് A - 6 ആയിരിക്കും. അതേപോലെ ബീൻ്റെ ബാക്കി വരുന്ന ഭാഗം അവിടെ B - 6 ആയിരിക്കും. അപ്പോൾ നമ്മളെ മറ്റേ ഇക്വേഷൻ വെച്ചിട്ട് ഇതും A - 6, ഇത് B - 6 ഇങ്ങനെ കിട്ടി. അപ്പോൾ നിങ്ങൾ ഇതിൽ ഹൈപ്പോട്ടനസ് ഒന്ന് നോക്കി നോക്ക്. A - 6ഉം A - 6ഉം അതേപോലെ A - 6ഉം B - 6ഉം കൂടി കൂട്ടിയാൽ നമുക്ക് C കിട്ടണം. അതായത് A - 6 പ്ലസ് B - 6 ഈസ് ഈക്വൽ ടു എന്തായിരിക്കണം? C ആയിരിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ എഴുതി, A പ്ലസ് B മൈനസ് 2R ഈസ് ഈക്വൽ ടു C. ഇങ്ങനെയായിട്ട് മാറും. A പ്ലസ് ബി മൈനസ് 2R, -2R അപ്പുറം പോകുമ്പോൾ പ്ലസ് 2R ആയി, C ഇങ്ങോട്ട് വരും മൈനസ് ആയി. അപ്പോൾ A പ്ലസ് ബി മൈനസ് C ഈക്വൽ ടു എന്തായി? 2R ആയി. അങ്ങനെയാണെങ്കിൽ 2R ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്താൽ A പ്ലസ് ബി മൈനസ് C. അങ്ങനെയാണെങ്കിൽ R ഈസ് ഈക്വൽ ടു 2 ഇങ്ങോട്ട് വരുമ്പോൾ ഹാഫ് ഇൻറ്റു A പ്ലസ് ബി മൈനസ് C. സിമ്പിൾ പ്രൂഫായി. ഓക്കെ, ഇവിടെ കൃത്യമായിട്ട് ആലോചിച്ച് നോക്കടാ എന്താണ് ചെയ്യേണ്ടത്. അതായത് നമ്മുടെ ട്രയാങ്കിളിൻ്റെ അകത്തൊരു സർക്കിൾ ഉണ്ട്, ഇൻസർക്കിൾ ഉണ്ട്. അതിൻ്റെ അന്തർവൃത്തത്തിൻ്റെ റേഡിയസ് ആരം എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ടെടുത്തു? നമ്മൾ 6 ആയിട്ടെടുത്തു. ഇനി ആ 6 ആയിട്ടെടുത്തതിൽ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, അവിടെ 6 വന്നു കഴിഞ്ഞാൽ ബാക്കി വരുന്നത് A - 6ഉം B - 6. അതങ്ങനെ തന്നെ. വൃത്തത്തിന് പുറത്തുള്ളൊരു ബിന്ദുവിൽ നിന്ന് വൃത്തത്തിലേക്ക് വരയ്ക്കുന്ന 2 തൊടുവരകൾക്കും നീളം എന്തായിരിക്കും? തുല്യമായിരിക്കും എന്നുള്ള കൺസെപ്റ്റാണ് അവിടെ വരുന്നത്. അപ്പോൾ അത് A - 6 മറ്റേ B - 6 ആയാൽ A - 6 പ്ലസ് B - 6 ഈസ് ഈക്വൽ ടു എന്ത് വന്ന്? C വന്നടാ, C വന്ന്. അപ്പോൾ A - 6 പ്ലസ് B - 6 എന്ന് പറയുമ്പോൾ A പ്ലസ് ബി മൈനസ് എന്തായി? 2R ആയി. A പ്ലസ് ബി മൈനസ് 2R ആയി. -2R അപ്പുറം പോകുമ്പോൾ പ്ലസ് 2R ആവും. അവിടുന്ന് C ഇങ്ങോട്ട് വരുമ്പോൾ എന്തായി? -C ആയി. അതാണ് A പ്ലസ് ബി മൈനസ് C ഈക്വൽ ടു എന്താകുന്നത്? 2R ആണ്. അല്ലെങ്കിൽ 2R ഈസ് ഈക്വൽ ടു A പ്ലസ് ബി മൈനസ് C. 2നെ ഇങ്ങോട്ട് എടുത്താൽ ഹാഫ് ഇൻറ്റു A പ്ലസ് ബി മൈനസ് C എന്നാവും. ഓക്കെ, പ്രശ്നമില്ലല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ,
If x minus 2 is a factor of p of x is equal to x square minus 5x plus k, then what is the number k? നാലാമത്തെ ചോദ്യമാണ്. പി ഓഫ് എക്സ് സമം എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് കെ എന്ന ബഹുപദത്തിന്റെ ഘടകമാണ് എക്സ് മൈനസ് 2 എങ്കിൽ കെയുടെ വില എന്ത്? അപ്പോൾ എക്സ് മൈനസ് 2 എന്ന് പറയുന്നത് അതിൻ്റെ ഫാക്ടർ ആണെങ്കിൽ എക്സ് മൈനസ് 2 പൂജ്യമാവുന്ന വിലയിൽ ആരും പൂജ്യമാവും, നമ്മുടെ പി ഓഫ് എക്സും എന്താവും? എക്സ് മൈനസ് 2 പൂജ്യമാകുന്ന അതേ വിലയിൽ നമ്മുടെ പി ഓഫ് എക്സ് എന്താവും? പൂജ്യമാവും. എക്സ് മൈനസ് 2 പൂജ്യമാവുക എക്സ് ഇസ് ഈക്വൽ ടു 2 ആയാലാണ്. അപ്പോൾ പി ഓഫ് 2 ആകുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താവണം? 0 ആവണം. അപ്പോൾ ഇതാണ് ഐഡിയ. ഏതാണോ നിങ്ങൾക്ക് ഫാക്ടർ തരുന്നത് അല്ലെങ്കിൽ ഘടകം തരുന്നത്, ഏതാണോ ഫാക്ടർ തരുന്നത് അല്ലെങ്കിൽ ഘടകം തരുന്നത്, ആ കേസിൽ നിങ്ങൾ എന്തെടുക്കുക? തന്നിരിക്കുന്ന ഫാക്ടറോ അല്ലെങ്കിൽ ഘടകമോ പൂജ്യമാവുന്ന എക്സിന്റെ വില ഏതാ നോക്കുക. പൂജ്യമാവുന്ന എക്സിന്റെ വില ഏതാ നോക്കുക. അങ്ങനെയാണെങ്കിൽ പൂജ്യമാവുന്ന എക്സിന്റെ വില കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? അത് അവിടെ നമ്മുടെ പി ഓഫ് എക്സിന്റെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇപ്പോൾ 2 സ്ക്വയർ മൈനസ് 5 ഇൻറ്റു 2 പ്ലസ് കെ ഈക്വൽ ടു എന്തായി? 0 ആയി. അപ്പം 4 മൈനസ് 10 പ്ലസ് കെ ഈക്വൽ ടു 0. 4 മൈനസ് 10 മൈനസ് 6 ആണ്. മൈനസ് 6 പ്ലസ് കെ 0 ആണെങ്കിൽ കെയുടെ വില 6 ആണ്. കെയുടെ വില എന്താണ്? 6 ആണ്. കെയുടെ വില നമുക്ക് എന്ത് കിട്ടുക? 6 എന്ന് കിട്ടും. ഓക്കെ, എത്ര മാർക്കിൻ്റെ ചോദ്യം? 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. കൃത്യമായിട്ട് പഠിക്കണം. ഓക്കെ, കൃത്യമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. ഇനി അടുത്ത ചോദ്യം, ഡ്രോ എ സ്ക്വയർ ഓഫ് സൈഡ് റൂട്ട് 18 സെൻറ്റിമീറ്റർ. റൂട്ട് 18 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സമചതുരം വരയ്ക്കുക എന്നാണ്. അപ്പോൾ നമ്മൾ ആദ്യം റൂട്ട് 18 എന്നുള്ളതിന് പകരം 18 ആയിരിക്കും എന്നതിൻ്റെ പരപ്പളവ് 18 കിട്ടാൻ നമ്മൾ 6x3 ചെയ്യണം എന്നൊരു ഐഡിയ വരും. അല്ലെ 9x2 മതി, അല്ലെ 1x12. പക്ഷെ നമുക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? 6, 3. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം ഈ 6x3 എന്ത് വരയ്ക്കണം? ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കണം. 6x3 എന്ത് വരയ്ക്കണം? ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കണം. അടുത്ത പരിപാടി എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അടുത്ത പരിപാടി ഈ 3 സെൻറ്റിമീറ്റർ നമ്മൾ ഇങ്ങോട്ട് കൂട്ടി വരയ്ക്കണം. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് 6 ആണ്, ഇത് 3 ആണ്. ഈ 3 തന്നെ ഞാൻ ഇങ്ങോട്ട് കൂട്ടി വരച്ചു. കൂട്ടി വരച്ചപ്പോൾ ടോട്ടൽ എത്രയായി? 6 + 3 എത്രയാടാ? 9 ആയി. 6 + 3 എത്രയായി? 9 ആയി. 9 ആയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് പറഞ്ഞാൽ, ശ്രദ്ധിച്ചോ, 9 ആയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ 9ൻ്റെ മിഡ് പോയിൻ്റ് ആയിട്ടുള്ള 4.5 അടയാളപ്പെടുത്തുക. 4.5 അടയാളപ്പെടുത്തുക. ആ 4.5 വെച്ചിട്ട് നമ്മൾ എന്ത് വരയ്ക്കണം? നമ്മളൊരു സെമി സർക്കിൾ വരയ്ക്കണം. സെമി സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ, അർദ്ധവൃത്തം വരച്ചു കഴിഞ്ഞാൽ, അപ്പോൾ PA × PB = PC². അതായത് ഇതാ ഈ പോയിന്റ് അടയാളപ്പെടുത്തുക. ഈ അളവാണ് എന്ത്? റൂട്ട് 18 എന്ന് പറയുന്നത്. ഈ അളവാണെന്ത് പറയുന്നതാ? റൂട്ട് 18 എന്ന് പറയുന്നത്. ഇവിടെ റൂട്ട് 18. ഇനി ഇത് വെച്ച് എങ്ങനെ സ്ക്വയർ വരയ്ക്കുക? നോക്കിക്കോ, ഈ റൂട്ട് 18 ഇവിടം വരെയുള്ള അളവില്ലേ? ഇതാ ഇവിടം വരെയുള്ള അളവില്ലേ? ഇവിടം മുതൽ ഇവിടം വരെയുള്ള അളവില്ലേ? ആ അളവ് കോമ്പസിലെടുത്തിട്ട് നമ്മുടെ പോയിന്റ് അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ ABC, ഇവിടെ ഒരു D ആണ് വെച്ചു. AD എന്ന് പറയുന്ന അളവ് സീൻ്റെ കുറച്ച് ഇപ്പുറമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കോമ്പസ് എടുത്തിട്ട് ആർക്ക് വരയ്ക്കും. എന്നിട്ട് നമുക്കിത് എന്ത് ചെയ്യണം? ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്താണ്? ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്താ? ജോയിൻ ചെയ്താലടാ അടുത്ത പരിപാടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിയിൽ നിന്ന് എയിലേക്കുള്ള അകലം കോമ്പസിലെടുക്കുക. എന്നിട്ട് നമ്മളിവിടെ ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കും. അതേപോലെ അതേ അളവ് സി എന്ന് വരച്ചിട്ട് ആർക്ക് വരയ്ക്കും. എന്നിട്ട് നമ്മളിത് ജോയിൻ ചെയ്യാം. ഇങ്ങനെ രണ്ട് ഭാഗത്തും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടി? നമ്മുടെ സ്ക്വയർ കിട്ടി. സ്ക്വയർ കിട്ടി. ഇതാണടാ എത്ര മാർക്കിൻ്റെ ചോദ്യമാണ്? 4 മാർക്കിൻ്റെ ചോദ്യമാണ്. അപ്പോൾ 5 ചാപ്റ്ററും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്. കൃത്യമായിട്ട് പഠിച്ചുകൂടാ. ഓക്കെ, ഒന്ന് വരയ്ക്കുന്നതാണ്, ഒന്ന് നമ്മളെ കെൻ്റെ വില കാണുന്ന ക്വസ്റ്റ്യൻ. അതേപോലെ തന്നെ ഇത് പ്രൂഫാണ്. ഏത് ചാപ്റ്ററിൽ? തൊട്ടുവര ടാൻജൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രൂഫാണിത്. അതേപോലെ ഇത് കോർഡിനേറ്റ്സിൻ്റെ അകത്ത് വേർട്ടീസസ് കാണുന്ന ക്വസ്റ്റ്യൻ.
പിന്നെ ഒരു റേഷ്യോ വെച്ചിട്ടുള്ള കണക്ക്. ഈ 5 കണക്കും പഠിച്ചോളുക. ഓക്കെ, അപ്പോൾ മക്കളെ കൃത്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ RMS ബാച്ചിൽ ഇനിയും ജോയിൻ ചെയ്യാത്ത ആൾക്കാർ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് നമ്മുടെ RMS ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. കാരണം വെച്ചാൽ നമ്മുടെ ടെക്സ്റ്റ് ലൈൻ ബൈ ലൈൻ ആയിട്ടും അതേപോലെ MCQ, MUQ എന്നൊക്കെ പറയുന്ന MEQ എന്ന് പറയുന്ന റെലവൻറ്റ് ക്വസ്റ്റ്യൻ, യുണീക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തുണ്ട് നമ്മുടെ ആപ്പിൽ ലഭിക്കും. ഓക്കെ, അത് കൂടാതെ എന്തുണ്ടെങ്കിലും എന്ത് കാരണങ്ങൾ വേണമെങ്കിലും എന്ത് ചെയ്യുക, ഈ നമ്പറിലേക്ക് എന്ത് ചെയ്യുക, വിളിച്ചൊന്ന് അന്വേഷിക്കുക. ഓക്കെ, അപ്പോൾ മക്കളെ ഇന്നത്തേക്ക് എന്ത് ചെയ്യുന്നു, നമ്മുടെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഇനി നമുക്ക് മുന്നിൽ 7 ദിവസങ്ങൾ 35 ചോദ്യങ്ങളായാൽ നമ്മൾ ആ 100 ഡേയ്സിലേക്ക് കടക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ എല്ലാ മക്കളും എന്ത് ചെയ്യുക, കൃത്യമായിട്ടിരുന്ന് പഠിച്ചോളുക. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് മക്കളെ ടാറ്റ ബൈ ബൈ.